സമയം പാലക്കാട് എം.എൽ.എ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയി എന്ന വാർത്ത കൂടി വരുന്നുണ്ട്. ലൈംഗിക പീഡന കേസിൽ യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിന് പിന്നാലെ ഒളിവിൽ പോവുകയായിരുന്നു. റൂറൽ എസ്.പി കെ.എസ്. സുദർശൻ അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട് പാലക്കാട് നിന്ന്. അരുൺ, അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കാണാനില്ല. എന്തൊക്കെയാണ് സാഹചര്യങ്ങൾ? അതെ, കഴിഞ്ഞ ദിവസം വലിയ വീരവാദമൊക്കെ അടിച്ചിട്ടാണല്ലോ പോയത്. ഫേസ്ബുക്കിലെ എന്നൊക്കെയാണ് പറഞ്ഞത്. ഞാൻ തെളിയിക്കും. എന്തായാലും രാഹുൽ മുങ്ങിയല്ലേ? തീർച്ചയായിട്ടും രാഹുലിനെ ഇന്നലെ വൈകിട്ട് മുതൽ കാണുവാനില്ല എന്നുള്ളത് തന്നെയാണ്. പാലക്കാട്ടെ ഓഫീസിൽ ഏതായാലും പൂട്ടിയ നിലയിലാണ്. ഇന്നിപ്പോൾ രാവിലെയും നമുക്ക് സമാനമായ രീതിയിൽ തന്നെയാണ് പാലക്കാട്ടെ ഓഫീസ് പൂട്ടിയ നിലയിലാണ് ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇന്നലെ രാഹുലിൻ്റെ വിവിധ പരിപാടികൾ പാലക്കാട് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് കണ്ണാടി പഞ്ചായത്തിലെ പരിപാടികളിൽ രാഹുൽ പങ്കെടുക്കുമെന്നുൾപ്പെടെയായിരുന്നു അറിയിച്ചിരുന്നത്. UDF-ന്റെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ ഉൾപ്പെടെ രാഹുൽ പങ്കെടുക്കും എന്നുള്ളതായിരുന്നു അറിയിച്ചിരുന്നത്. പക്ഷേ രാഹുലിനെ പിന്നീട് ആ പരിപാടികളിൽ ഒന്നും കണ്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല രാഹുലിനൊപ്പമുള്ള ആളുകളുടെയൊക്കെ ഫോണ് സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്ന സാഹചര്യമാണ്. രാഹുലിൻ്റെ ഫോണാണെങ്കിലും രാഹുലിൻ്റെ കൂടെയുള്ള ആളുകളുടെ ഫോണാണെങ്കിലും ഒക്കെ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്ന സാഹചര്യമാണുള്ളത്. ഏതായാലും രാഹുലിൻ്റെ പാലക്കാട് മണപ്പുള്ളിക്കാവിലെ ഈ ഓഫീസ് കേന്ദ്രീകരിച്ച് ഇന്നലെ രാത്രിയും വലിയ പ്രതിഷേധങ്ങളായിരുന്നു അരങ്ങേറിയിരുന്നത്. യുവമോർച്ചയുടെയും BJP-യുടെയും ഒക്കെ ഭാഗത്തു നിന്ന്, അതുപോലെ തന്നെ DYFIയുടെ ഭാഗത്തു നിന്നൊക്കെ ഇവിടേക്ക് വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഓഫീസ് BJP പ്രവർത്തകർ പൂട്ടുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിരുന്നു. അത്തരത്തിൽ രാഹുലിൻ്റെ ഓഫീസ് കേന്ദ്രീകരിച്ച് ഇന്നലെ വലിയ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഏതായാലും ഇന്നിപ്പോൾ അതിരാവിലെ തന്നെ പോലീസും ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. കൂടുതൽ സമരങ്ങളോ മറ്റോ ഒക്കെ ഇനി വരും മണിക്കൂറുകളിൽ രാഹുലിൻ്റെ ഓഫീസ് കേന്ദ്രീകരിച്ചുണ്ടാവാനുള്ള സാധ്യത കണക്കിലെടുത്തുകൂടെയാണ് പോലീസിനെ ഇവിടെ വിന്യസിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും ഒളിവിൽ തുടരുന്ന സാഹചര്യം തന്നെയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇതേ ഓഫീസിന്റെ മുറ്റത്ത് നിന്നായിരുന്നു അതിജീവിത പരാതി നൽകിയിട്ട് പോലും കെ സുധാകരനും അടൂർ പ്രകാശും അടക്കം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ ചേർത്ത് നിർത്തുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. എന്തായാലും ഈ നേതൃത്വത്തിന്റെ കൂടെ അറിവോടുകൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങ് മുങ്ങിയത്. നേതൃത്വത്തിന്റെ അറിവുണ്ടാവാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം കോൺഗ്രസ് വലിയ രീതിയിലുള്ള പിന്തുണ രാഹുലിനെ ഈ വിവാദങ്ങളിൽ നിരന്തരം നൽകിക്കൊണ്ടേ ഇരുന്നിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പാലക്കാട്ടെ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ രാഹുലിനെ ന്യായീകരിച്ചുകൊണ്ട് സംസാരിക്കുന്ന കാഴ്ചയായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടത്. അത് പാലക്കാട്ടെ DCC അധ്യക്ഷനായ തങ്കപ്പനാണെങ്കിലും അതുപോലെ തന്നെ VK ശ്രീകണ്ഠൻ MP ആണെങ്കിലും ഒക്കെ രാഹുലിനെ ന്യായീകരിച്ചുകൊണ്ട് രാഹുൽ ചെയ്ത വിഷയത്തെ നിസാരവൽക്കരിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ സൈബർ അണികളാണെങ്കിലും അതല്ലെങ്കിൽ ഈ നേതാക്കൾ വരെ രാഹുലിന്റെ പ്രവർത്തികളെയൊക്കെ പൂർണ്ണമായി ന്യായീകരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു കാണാൻ സാധിച്ചത്. ആ സാഹചര്യത്തിൽ രാഹുൽ ഇങ്ങനെ മുങ്ങിയിരിക്കുന്നത് ഇവരുടെയൊക്കെ അറിവോടുകൂടെ എവിടെയെങ്കിലും ഒളിവിൽ കഴിയുന്ന സ്ഥിതിയാണോ ഉള്ളത് എന്നുള്ളതിൽ സംശയമുണ്ട്. ഏതായാലും അത്തരം കാര്യങ്ങളിലൊക്കെ ഈ നേതാക്കൾ കൂടുതൽ മറുപടി പറയേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. രാഹുൽ ഏതായാലും പാലക്കാട് തന്നെ ഉണ്ടോ അതോ പാലക്കാട് ജില്ല വിട്ടോ എന്നുള്ള കാര്യത്തിൽ ഉൾപ്പെടെ ഒരു വ്യക്തത നിലവിൽ ഇല്ല എന്നുള്ളതാണ്. പോലീസ് ഏതായാലും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് രാഹുലിനെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്ത് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ഉടൻ കടക്കണമെന്നുള്ള ഒരു ആവശ്യം ശക്തമാവുന്ന സാഹചര്യം നിലവിലുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ഇതേ ഓഫീസിന് മുന്നിൽ നിന്നായിരുന്നു രാഹുൽ വലിയ വീരവാദം മുഴക്കിയത്. അതായത് ഈ തനിക്കെതിരെ പുറത്തു വന്നിട്ടുള്ള മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടുള്ള ശബ്ദ സന്ദേശങ്ങളും വാട്സപ്പ് ചാറ്റുകളും ഒക്കെ പുറത്തു വന്നപ്പോൾ അതിൽ പരാതിയുണ്ടോ, ഏതെങ്കിലും തരത്തിൽ പരാതിയുണ്ടോ എന്ന് നിരന്തരം രാഹുൽ ചോദിക്കുകയായിരുന്നു ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പരാതി കൃത്യമായിട്ടുണ്ടായിരിക്കുന്നു, അത് മുഖ്യമന്ത്രിക്ക് മുൻപിൽ തന്നെ പരാതി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു വശത്ത്. മറ്റൊരു കാര്യം എന്നുള്ളത് ഈ ശബ്ദ സന്ദേശമൊക്കെ തൻ്റേതാണോ എന്നുള്ള മാധ്യമങ്ങളൊക്കെ നേരത്തെ ആവർത്തിച്ച് ചോദിച്ചപ്പോൾ അവിടെ ഒരിടത്തും രാഹുൽ അതൊന്നും നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഒപ്പം തന്നെ രാഹുൽ പോലീസിനെ പോലും വെല്ലുവിളിക്കുന്ന കാഴ്ചയായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഇതേ ഓഫീസിന്റെ മുറ്റത്ത് വെച്ച് നമ്മൾ ജനം TV തന്നെയായിരുന്നു രാഹുലിനോട് ചോദിച്ചത്. അതായത് പോലീസിന് വേണമെങ്കിൽ ഈ വിഷയത്തിൽ സ്വമേധയാ കേസ് എടുക്കാമല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഇതുവരെ എടുത്തിട്ടില്ലല്ലോ, അങ്ങനെയെങ്കിൽ പോലീസ് കേസ് എടുക്കട്ടെ എന്നൊക്കെ തരത്തിൽ വലിയ രീതിയിൽ പോലീസിനെ പോലും വെല്ലുവിളിക്കുന്ന സമീപനമായിരുന്നു രാഹുലിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഏതായാലും ഇപ്പോൾ ഇതിൽ കൃത്യമായിട്ട് തന്നെ പരാതിയും ഉണ്ടായിരിക്കുന്നു. പോലീസ് തീർച്ചയായിട്ടും അരുൺ പറഞ്ഞതുപോലെ തന്നെ പരാതിയില്ല. മാധ്യമപ്രവർത്തകർക്കും പോലീസിനുമെതിരെയൊക്കെ വലിയൊരു ചോദ്യമാണ് രാഹുൽ എപ്പോഴും ഉന്നയിച്ചിരുന്നത്. ഇപ്പോൾ പരാതിയായിരിക്കുന്നു, കേസെടുത്തിരിക്കുന്നു.